ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് മലയാള സിനിമയുടെ സമയം. പ്രതീക്ഷയോടെ തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് മാത്രമല്ല, സർപ്രൈസ് ഹിറ്റിലോട്ടും പോകുന്നു. അതുമാത്രമല്ല, 100 കോടി ക്ലബിൽ ഒരു ചിത്രം വെറും 9 ദിവസം കൊണ്ടാണ് എത്തുന്നത്. ആടുജീവിതം ഒരു തുടക്കം മാത്രം. കുറച്ചുനാൾ മുമ്പ് വരെ ഒരു 100 കോടി ക്ലബിൽ കയറുന്ന മലയാള ചിത്രം ഇനി ഉണ്ടാകുമോ എന്നാണ് പലരും ചോദിച്ചതും കരുതിയതും. എന്നാൽ അതെല്ലാം തിരുത്തിക്കൊണ്ട് 100 കോടി ക്ലബ്ബ് ചിത്രങ്ങൾ വന്നു. അതിൽ തന്നെ ആടുജീവിതവും മഞ്ഞുമൽ ബോയ്സും എല്ലാ റെക്കോർഡുകളും തിരുത്തിയിട്ടുമുണ്ട്. ഒരു 10 വർഷം മുൻപ് 50 കോടി പോലും ബോളിവുഡിൽ മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ മലയാളത്തിലും ഇത് സാധ്യമാകുമെന്ന് തെളിയിച്ചുകൊണ്ട് ജീത്തു ജോസഫും മോഹൻലാലിൻ്റെയും ദൃശ്യം തുടക്കം കുറിച്ചു. പിന്നെ അങ്ങോട്ട് പ്രേമം, പുലിമുരുകൻ, ലൂസിഫർ, അതും കഴിഞ്ഞ് പ്രളയത്തിൻ്റെ കഥ പറഞ്ഞ 2018 വന്നു. അങ്ങനെ 100 കോടിയും 200 കോടിയും മലയാളത്തിനും മലയാളികൾക്കും സ്ഥിരം കാഴ്ചയായി. എന്നാൽ 2023 മലയാളത്തിന് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായില്ല. ജീത്തു ജോസഫ്, മോഹൻലാൽ നേര് 100 കോടി ക്ലബിൽ അവസാനം കയറിയെങ്കിലും അതുമാത്രമായിരുന്നു 2023 ഒരു പ്രതീക്ഷ. 2024 തുടക്കം മുതൽ ഹിറ്റുകൾ വന്നു. 3 ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റടിച്ചു. മമ്മൂട്ടിയുടെ ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്. ഫെബ്രുവരിയിൽ മാത്രം മലയാളത്തിന് 400 കോടി ലഭിച്ചു. അടുത്തിടെ കണ്ട ഏറ്റവും വലിയ നേട്ടം. അന്യസംസ്ഥാന പ്രേക്ഷകരെ ആദ്യമായിട്ടാണ് വലിയ താര പദവികളില്ലാതെ വന്ന ചെറിയ സിനിമകളായ പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും കയ്യിലെടുത്തത്. ഇതിനൊക്കെ തൊട്ടുപുറകെയാണ് ആടുജീവിതവും വന്നത്. ഇന്ത്യ ഒട്ടാകെ 9 ദിവസം കൊണ്ട് 100 കോടിയിലും എത്തി. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. തീർന്നില്ല, തൊട്ടുപുറകെ വീണ്ടും ഒരു 3 ചിത്രങ്ങൾ. വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്കു ശേഷം ജിത്തു മാധവൻ്റെ ഫഹദ് ചിത്രം ആവേശം, രഞ്ജിത്ത് ശങ്കർ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദൻ ചിത്രം ജയ് ഗണേഷ്. ഇതും ആദ്യ ദിനങ്ങളിൽ ഹിറ്റടിച്ചു ഓടിത്തുടങ്ങിയതോടെ മലയാള സിനിമ ടോട്ടൽ കളക്ഷൻ 600 കോടിക്കടുത്തായി. ബാക്കി കണക്കുകൾ വരും ദിവസങ്ങളിൽ കണ്ടറിയാം നമുക്ക്. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.